ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടേക്കാണ് അടുത്ത്. കണ്ടോ, ഇതെല്ലാം ഇത് 8ാം മാസം ഇട്ടതാണ്. ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ വെയിറ്റ് ഓൾമോസ്റ്റ് 1/2 കിലോ താഴെയായി. സോ ഇറ്റ്സ് ടൈം ടു ഇത് ഡിസ്കാർഡ് ചെയ്യാനുള്ള സമയമായിരുന്നു. കാണണ്ടോ, ഈ ബാഗുകളെല്ലാം കമ്പോസ്റ്റിംഗ് പ്രോസസ്സിലോട്ട് പോകാനുള്ള സമയമായി. നമ്മളിതിനെ ഒന്ന് ഈ മൈസീലത്തിനെ ഒന്ന് ഇതേപോലെ ഞെക്കുമ്പോഴത്തേക്ക് കണ്ടോ, ഇതിങ്ങനെ പിതുങ്ങും, ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ട് മാറി. കണ്ടോ, അതാണ് ഇതിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ആയി എന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. കണ്ട് പ്രസ് ചെയ്യുമ്പോൾ കണ്ടതാ ഇതായി. ഈ ബാഗിൻ്റെയൊക്കെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏത് മന്തെന്ന് വെച്ചാൽ 8 മന്ത്, അതായത് ഓഗസ്റ്റ് മാസമൊക്കെ ഉള്ളതാണ്. ഓൾമോസ്റ്റ് 3 മന്ത് 4 മന്ത് വരെ നമുക്ക് പ്രൊഡക്ഷൻ തന്നുകൊണ്ടിരുന്ന ബാഗുകളാണ്. ഇനി ഈ ബാഗുകൾ ഇവിടെ വെച്ചുകൊണ്ടിരുന്നത് നമുക്ക് നല്ലതല്ല. കാരണം ഈ ബാഗുകളുടെ അകത്ത് പല പ്രാണികളും ഇതിനകത്ത് കയറിക്കൂടാം. പിന്നെ അത് നമുക്ക് ഈ ഫാമിൻ്റെ പ്രോപ്പർ റണ്ണിങ്ങിന് ഇത് നല്ലതല്ല. മാത്രമല്ല ഇതിന്ന് കിട്ടുന്ന കൂണുകളുടെ വെയിറ്റും വളരെ കുറവായിരിക്കും. ഇനി ഇതിവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സോ നമുക്കിത് നമ്മൾ പുതുതായിട്ട് കെട്ടിയ കമ്പോസ്റ്റ് മേക്കിംഗ് സിസ്റ്റത്തിലോട്ട് ഇത് മാറ്റാം. പുതുതായിട്ട് നിർമ്മിച്ച ഒരു ടെമ്പററി കമ്പോസ്റ്റിംഗ് സിസ്റ്റമാണ്. ഇതിൽ എയറേഷന് വേണ്ടിയുള്ള ഗ്യാപ്പുകളുണ്ട്, സ്ലറി, അതായത് ഇതിൽ എക്സസ് വാട്ടർ പോകാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഒപ്പം ഇതിനൊരു റൂഫുണ്ട്, റെയിൻ വാട്ടർ ഈ കമ്പോസ്റ്റിലോട്ട് വീഴാതെ ചെയ്യാൻ വേണ്ടിയുള്ള റൂഫിംഗ് സിസ്റ്റമുണ്ട്. പിന്നെ ഇത് 1 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബാണ് യൂസ് ചെയ്തേക്കുന്നത് ഈ സപ്പോർട്ടിന് വേണ്ടി. ഇത് നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നൊരു ഇതാണ്, സഫീഷ്യൻ്റ് ആണ്. നമ്മുടെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ കമ്പോസ്റ്റ് ജനറേഷന് വേണ്ടി ഇത് സഫീഷ്യൻ്റ് ആണ്. സോ നമുക്കിത് കമ്പോസ്റ്റ് ഇതിലോട്ട് പൊട്ടിച്ചിടാം. ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടേക്കാണ് അടുത്ത്. കണ്ടോ, ഫുള്ള് മൈസീലിയം റണ്ണായിട്ടുള്ള ഒരിതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു 10-12 ബാഗോളം പൊട്ടിച്ചിട്ടിട്ടും ഓൾമോസ്റ്റ് ജസ്റ്റ് ഇത്ര ആയതേ ഉള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഇന്ന് ഇട്ടതേ ഉള്ളൂ. ഇനി ഇത് നമ്മളിപ്പോൾ ഇതിൽ വെർമി കമ്പോസ്റ്റ് പ്രോസസ്സ് അല്ല നമ്മൾ ഓപ്റ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇത് മറ്റേ മെഷ് പെല്ലറ്റ്സിൻ്റെ ആണ്, അതായത് സോഡസ്റ്റ് ഇതാണ്. അതുകൊണ്ട് ഇത് തനിയെ കിടന്ന് കമ്പോസ്റ്റ് ആവുന്ന കോൾഡ് കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ എൻഡിൽ നമുക്ക് കിട്ടുന്ന കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മിത്ര ഫംഗസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഒരു കമ്പോസ്റ്റ് ആയിരിക്കും. സോ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ചെടികൾക്ക് യൂസ് ചെയ്യുന്നത് വഴി മറ്റു ഫംഗസിൻ്റെ അറ്റാക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഇതൊരു ജൈവ നിയന്ത്രണ മാർഗമായിട്ട് തന്നെ യൂസ് ചെയ്യും. കാരണം ഇതൊരു മിത്ര ഫംഗസാണ്. കാരണം ഇതിൽ 2 തരത്തിലുള്ള ഫംഗസുകളായിരിക്കും കാണുന്നത്. ഒന്ന് നമ്മുടെ തന്നെ ചിപ്പിക്കൂണിൻ്റെ ഫംഗസും, 2 ട്രൈക്കോഡെർമ എന്ന് പറഞ്ഞ ഫംഗസും. കണ്ടാമിനേറ്റഡ് ഈ 2 ഫംഗസുകളായിരിക്കാം ഇതിന് കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് ഫിനിഷ് ചെയ്യിക്കുന്നത്.